അവനൊരു യഥാർത്ഥ വ്യക്തിയാണോ? ഈ ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മളുടെ ചിന്തകളിൽ ഉണ്ടായിട്ടില്ലേ? വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സാത്താൻ ഒരു യഥാർത്ഥ വ്യക്തിയല്ലെന്ന് ചില ആധുനിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മനുഷ്യന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു സാങ്കല്പിക കഥാപാത്രമാണ് അവൻ എന്നാണ് അവരുടെ പക്ഷം. എന്നാൽ ഇതൊരു പുതിയ വാദഗതിയൊന്നുമല്ല. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചാൾസ് പിയർ ബോദലർ എന്ന കവി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: താൻ സ്ഥിതി ചെയ്യുന്നില്ലെന്ന് നമ്മെ വിശ്വസിപ്പിക്കുക എന്നതാണ് സാത്താന്റെ ഏറ്റവും ഗൂഢമായ തന്ത്രം എന്ന്. സാത്താൻ ഒരു യഥാർത്ഥ വ്യക്തിയാണോ? ആണെങ്കിൽ അവൻ എവിടെ നിന്ന് വന്നു? ലോകത്തെ കാർന്നു തിന്നുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള അദൃശ്യ ശക്തിയാണോ അവൻ? അവന്റെ ദുഷിച്ച സ്വാധീനം ഒഴിവാക്കുവാൻ എങ്ങനെ കഴിയും? ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അദൃശ്യമായ ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ വ്യക്തിയാണ് സാത്താൻ എന്ന് ബൈബിൾ പ്രകടമാക്കുന്നുണ്ട്. ക്രൂരവും മൃഗീയവുമായ അവന്റെ വ്യക്തിത്വത്തെയും ദുഷ്ചെയ്തികളെയും അത് തുറന്നു കാട്ടുന്നുമുണ്ട്. ദൈവത്തോടും യേശുവിനോടുമുള്ള അവന്റെ സംഭാഷണങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഈ ദുഷ്ടവ്യക്തി എങ്ങനെ ഉണ്ടായി? നമുക്ക് നോക്കാം. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് വളരെ മുമ്പ് ദൈവം തന്റെ ആദിജാതനായ പുത്രനെ സൃഷ്ടിച്ചു. അവനാണ് പിന്നീട് യേശു എന്ന് അറിയപ്പെട്ടത്. കാലക്രമത്തിൽ ദൂതന്മാർ എന്ന് വിളിക്കപ്പെട്ട മറ്റ് ദൈവപുത്രന്മാർ സൃഷ്ടിക്കപ്പെട്ടു. അവരെല്ലാവരും പൂർണ്ണരും നേരുള്ളവരും ആയിരുന്നു. എന്നാൽ പിന്നീട് ആ ദൂതന്മാരിലൊരാൾ സാത്താനായി മാറുകയായിരുന്നു. സാത്താൻ എന്ന പേര് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവന് നൽകിയതായിരുന്നില്ല. എതിരാളി, ശത്രു, ദൂഷകൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വിശേഷണ നാമമായിരുന്നു അത്. ദൈവത്തോടുള്ള ശത്രുതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതഗതി തെരഞ്ഞെടുത്തതുകൊണ്ടാണ് അവൻ സാത്താൻ എന്ന് വിളിക്കപ്പെടാൻ ഇടയായത്. അഹങ്കാരവും ദൈവത്തോടുള്ള മത്സരവും ആ ആത്മജീവിയുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടി. മറ്റുള്ളവർ തന്നെ ആരാധിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ ആദിജാതനായ പുത്രനായ യേശു ഭൂമിയിലെത്തിയപ്പോൾ വീണ് തന്നെ നമസ്കരിക്കുന്നതിന് യേശുവിനെ പ്രേരിപ്പിക്കുവാൻ പോലും സാത്താൻ മുതിർന്നു. സാത്താൻ സത്യത്തിൽ നിലനിന്നില്ല. നുണയനായ അവൻ ദൈവമാണ് നുണയനെന്ന് ഉദ്ബോധിപ്പിച്ചു. ദൈവത്തെ പോലെയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഹൗവായിക്ക് ദൈവത്തെ പോലെയാകുവാൻ കഴിയുമെന്ന് അവളോട് പറഞ്ഞു. വഞ്ചനാത്മകമായ വഴിയിലൂടെ അവൻ തന്റെ സ്വാർത്ഥ താല്പര്യം നേടിയെടുക്കുകയായിരുന്നു. താൻ ദൈവത്തെക്കാൾ ഉന്നതനാണെന്ന് ഹൗവ വിശ്വസിക്കുവാൻ അവനിടയാക്കി. സാത്താനെ അനുസരിച്ചതിലൂടെ ഹൗവ അവനെ തന്റെ ദൈവമായി അംഗീകരിക്കുകയായിരുന്നു. മത്സരം ഇളക്കി വിട്ടുകൊണ്ട് ഒരിക്കൽ വിശ്വസ്തനായിരുന്ന ഈ ദൂതൻ തന്നെ തന്നെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും എതിരാളിയും ശത്രുവുമായ സാത്താനായി തീർന്നു. ഈ ദുഷ്ടനെ വിശേഷിപ്പിക്കുവാൻ ദൂഷകൻ എന്നർത്ഥമുള്ള പിശാച് എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു. കാലക്രമത്തിൽ പാപത്തിന്റെ ഈ ഉപജ്ഞാതാവ് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാനും തൻ്റെ മത്സരത്തിൽ പങ്കുചേരുവാനും മറ്റു ദൂതന്മാരെയും പ്രേരിപ്പിച്ചു. ആ ദൂതന്മാരും മാനവരാശിയുടെ അവസ്ഥ മെച്ചപ്പെടുത്തുവാൻ സഹായിച്ചു. അവർ സാത്താന്റെ സ്വാർത്ഥഗതി പിൻപറ്റിയതിനാൽ ഭൂമിയിൽ അതിക്രമം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ സാത്താന്റെ സ്വാധീനം അത്രയധികം ശക്തമായി. ഒരു കുറ്റവാളി താൻ പിടിക്കപ്പെടാതിരിക്കാൻ കുറ്റകൃത്യത്തിന് ശേഷം വിരലടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞേക്കാം. എന്നാൽ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കുറ്റവാളിയുണ്ടെന്ന് അന്വേഷണം നടത്തുന്ന പോലീസുകാർക്ക് മനസ്സിലാകുന്നു. ആദ്യ കൊലപാതകനായ സാത്താൻ തന്നെ തിരിച്ചറിയിക്കുന്ന യാതൊന്നും അവശേഷിപ്പിക്കാതിരിക്കുവാൻ ശ്രമിച്ചിരുന്നു. ഒരു പാമ്പിനെ ഉപയോഗിച്ചായിരുന്നു അവൻ ഹൗവയോട് സംസാരിച്ചത്. സമാനമായി ഇന്നും അവൻ മറഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണ്. തൻ്റെ ശക്തമായ സ്വാധീനം തിരിച്ചറിയാതിരിക്കാൻ അവൻ അവിശ്വാസികളുടെ മനസ്സും കുരുടാക്കിയിരിക്കുന്നു എന്ന് വചനം പറയുന്നു.
എന്നാൽ നാം ജീവിക്കുന്ന ഈ ലോകത്തിലെ ദുഷ്ടതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന നികൃഷ്ട ബുദ്ധിജീവിയാണ് സാത്താൻ എന്ന് യേശു തിരിച്ചറിഞ്ഞു. അവനെ ഈ ലോകത്തിന്റെ പ്രഭു എന്ന് വിളിച്ചു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി. ജനമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ കെണികൾ ഫലകരമായി ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്നു. മനുഷ്യവർഗം പൊതുവെ അവനെയാണ് അനുസരിക്കുന്നത്. ഹൗവായുടെ കാലത്തിലെന്ന പോലെ സാത്താനെ അനുസരിക്കുന്നവരെല്ലാം ഫലത്തിൽ അവനെ തന്നെ ദൈവമാക്കുന്നു. അങ്ങനെ അവൻ ഈ ലോകത്തിന്റെ ദൈവം ആയിത്തീർന്നിരിക്കുന്നു. കാപട്യം, വഞ്ചന, യുദ്ധം, പീഡനം, വിനാശം, കുറ്റകൃത്യം, അത്യാഗ്രഹം, അഴിമതി എന്നിവയെല്ലാം അവന്റെ ഭരണത്തിന്റെ തിക്തഫലങ്ങളിൽപ്പെടുന്നു. സാത്താന്റെ സ്വാധീനം ഒഴിവാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? വചനം പറയുന്നു, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ഇത് നമ്മിൽ അല്പം ഭയം ജനിപ്പിക്കുന്നുവെങ്കിലും സുബോധം പ്രകടമാക്കാത്തവരെയും ഉണർന്നിരിക്കാത്തവരെയും മാത്രമാണ് സാത്താൻ തോൽപ്പിക്കുന്നത് എന്നറിയുന്നത് ആശ്വാസകരമാണ്. സാത്താൻ ഒരു യഥാർത്ഥ വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നതും നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ശക്തീകരിക്കുവാൻ നാം ദൈവത്തെ അനുവദിക്കുന്നതും ജീവൻ പ്രധാനമാണ്. അപ്രകാരം സാത്താനോട് എതിർത്ത് നിൽക്കാനും ദൈവത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കാനും നമുക്ക് കഴിയും.